നമ്മളൊക്കെ ബുക്ക് എത്തിച്ച് കളയാറ്. ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ മിടുക്കന്മാരാ. എന്തൊക്കെ പറഞ്ഞാലും പെമ്പിള്ളാരെ ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടുന്നുണ്ടല്ലോ. അത് സത്യം തോന്നുന്നില്ല. പക്ഷെ 5 വർഷമായല്ലേ. അങ്ങനെ തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ചെന്നൈയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അവളെന്താ പറഞ്ഞതെന്നറിയോ? അകത്ത് എന്താണെങ്കിലും കുഴപ്പമില്ല, അൺബോക്സിങ് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു കവറിങ് ആണെങ്കിലും മതിയെന്ന്. ഇന്ന് മുതൽ ഗിഫ്റ്റ് പേപ്പറിന് സമ്മാനത്തെക്കാൾ പ്രാധാന്യം കൂടിയെന്ന് അറിയില്ല. നമ്മളൊക്കെ ഓൾഡ് ഫാഷനായി ബ്രോ. അവരവരുടെ ജീവിതം അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെറും ചുളിഞ്ഞ പേപ്പർ പോലെയൊക്കെയാ. നീ മണ്ടത്തരം പറയല്ലേ. അവർ കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ അവർക്ക് പാർട്ടികളെ കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. പാർട്ടിയുടെ കാര്യത്തിൽ നമ്മൾ തന്നെയാ ബെസ്റ്റ്. അവരുടെ അതേ പ്രായമുള്ള ആളുകളുടെ കൂടെയാണ് താമസിക്കാൻ പോകും. അതോർത്ത് പേടിക്കണ്ട. ആ മുട്ടയെന്ന് വിരിയാത്തമാരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഞാൻ ഡിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞത് മാൻ. നീ അങ്ങ് US ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നോവ എവിടെയായിരിക്കും? ജന്ന വിദേശത്ത് മെഡിസിൻ പഠിക്കാൻ പോവാ. എനിക്കാണെങ്കിൽ ഈ വർക്ക്ഷോപ്പ് വിടാനും പറ്റുന്നില്ല. ഇനി ഒരൊറ്റയ്ക്ക് ജീവിക്കാൻ പോവാൻ എനിക്ക് ഈ ദൂരമാണ് എല്ലാം നശിപ്പിക്കാൻ പോകുന്നത്. Thomas Green, Noah Morain, Jannat Tavish. എന്തൊക്കെയുണ്ട് ബ്രോ? സുഖമായിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ നീ ആ ഇൻഷുറൻസിനെ കാണാൻ പോയോ? ഇല്ല, അത് നടക്കില്ല. ഇനി കാറുകൾ അയക്കില്ലെന്ന് അവരുടെ നിലപാട്. നായിന്റെ മക്കള്. എന്നെ കൊണ്ട് ഇത് പറ്റില്ല ലൂക്ക. എനിക്കിതിന് കഴിയില്ല. ലയോൺ, നീ എനിക്ക് ഒരിക്കലും അങ്ങനെ പറയും. എല്ലാരും നിന്നെയാണ് അന്വേഷിക്കുന്നത്. നീ അവിടെ ഇല്ലെന്ന് കാണുമ്പോൾ അവരവരുടെ കാറും കൊണ്ടുപോകും. ധൈര്യമായിട്ടിരിക്കടാ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. 1 വർഷം കൊണ്ട് ഞാൻ പുറത്തു വരും. ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വർക്ക്ഷോപ്പ് അത്രയും നാളെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തിന് 1 മാസം പോലും മര്യാദയ്ക്ക് പോകും തോന്നുന്നില്ല. 1 മാസം കൂടി കട നടത്താൻ പറ്റില്ലേ? കടയുടെ റെന്റ് കൂട്ടി. എന്നെ കൊണ്ട് പറ്റുന്നില്ല മാം. ഞാൻ കാരണമാണ്. ഇവിടെ നോക്കണം നാറി. ഇതിനെല്ലാം കാരണം നീയല്ല, ഞാനാണ്. ഓക്കെ? നമ്മൾ പണം അയക്കാതിരുന്നാൽ തന്നെ അമ്മ ഒരുപാട് വിഷമിക്കും. നമ്മുടെ കടയുടെ കൈമാറ്റം ഗ്യാരേജ് ഒരിക്കലും അടച്ചുപൂട്ടില്ല. ഒരിക്കലും. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞത് ചെയ്. ധൈര്യത്തിലാണ് 18 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊരു സർപ്രൈസ് കൊടുക്കുന്നത്. ഈ പേരൻസിനൊന്നും ഒരു ബോധമില്ലേ? പണക്കൊഴുപ്പിന്റെ അഹങ്കാരം. നീ നിന്റെ സർപ്രൈസ് തന്നെ പൊളിച്ചല്ലോ. നോ, നിനക്കുള്ളതാ. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇത് എനിക്ക് വേണ്ടിയാണോ? എന്തൊരു ഭംഗിയെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നോ നോ നോ, ശരിയാവില്ല. നോ വീഡിയോ. 18 ഇഞ്ച് അലോയ് വീൽസ്, LED ലൈറ്റ്സ്. എനിക്ക് ഇഷ്ടമായി. I love